ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യത്തെ കാലേ പോകേണ്ടത് രണ്ടാമത്തെ കാലേ കയറും. അങ്ങനെ വരുമ്പോൾ ആർക്ക് ചെയ്യും. അങ്ങനെ ആർക്ക് ചെയ്തിട്ടാണെങ്കിൽ കോക്ക് സാധാരണ കത്തി വരില്ല. സാധാരണ ശരിക്കും ഇതുപോലത്തെ കേബിളാണ് ഇതിന് വേണ്ട, സ്ക്വയർ കേബിളാണ് വേണ്ടത്. ഹായ് ഹലോ, വെൽക്കം ടു വിദൂസ് നോട്ട്സ്. ഇതൊരു യൂസർ റിവ്യൂ ആണ്. 2021 ഒക്ടോബറിൽ ഷവോമിയുടെ 55 ഇഞ്ച് TV ഫ്ലിപ്കാർട്ട് വഴി എടുത്തു. അതിനോടൊപ്പം ഒരു എക്സ്റ്റൻഡർ വാറണ്ടിയും. കൃത്യം 2 വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ സ്ക്രീനിലൊരു കളർ ചേഞ്ച്. ബ്രാൻഡ് വാറണ്ടി 2 വർഷമായിരുന്നു പാനലിന്. ജീവ്സ് എന്ന എക്സ്റ്റൻഡർ വാറണ്ടി പ്രൊവൈഡ് ചെയ്ത പ്രൊവൈഡറെ വിളിച്ചു. അവർ വന്ന് നോക്കി. അതിനുശേഷം അവർ പറഞ്ഞു, സ്ക്രീൻ പോയതാണ്, സ്ക്രീൻ മാറണം. അങ്ങനെ സ്ക്രീൻ മാറി. കൃത്യം 1 വർഷം കഴിഞ്ഞപ്പോൾ ഇതാണ് അവസ്ഥ. ശബ്ദമുണ്ട്, പിക്ചറില്ല. ഏതായാലും എക്സ്റ്റൻഡർ വാറണ്ടിയും കഴിഞ്ഞു. ഷവോമിയുടെ സർവീസ് സെൻ്ററിൽ വിളിച്ചു. സിംറ്റംസ് എക്സ്പ്ലെയിൻ ചെയ്തു. സർവീസ് എഞ്ചിനീയർ പറഞ്ഞു, ടിവിയുടെ സ്ക്രീൻ പോയതാണ്, സ്ക്രീൻ മാറണം, ഏതാണ്ട് 21,000 രൂപയാകും. ചില ലോക്കൽ TV സെൻ്ററുകളിലും സമീപിച്ചു. അവരും പറഞ്ഞു ഏതാണ്ട് 20,000 രൂപയാകും ടിവിയുടെ സ്ക്രീൻ മാറണം. ഒരു വീഡിയോ കണ്ടത് പ്രകാരം TV കെയർ എന്ന സ്ഥാപനത്തിലേക്ക് വെച്ചു പിടിച്ചു. അവിടെ ചെന്നു ടിവിയുടെ ഇഷ്യൂ പറഞ്ഞു. അഴിച്ചു നോക്കി. ഭാഗ്യം, പാനൽ പോയിട്ടില്ല. മറ്റു ചില പ്രൊഡക്റ്റിനാണ് കംപ്ലൈൻറ്റ്. പാർട്സ് അവിടെ ഇല്ല. അത് വരുത്തണം, സമയമെടുക്കും, അവിടെ ഹോൾഡ് ചെയ്യേണ്ടി വരും. ചെറിയ ചെറിയ കംപ്ലൈൻറ്റുമായി വരുന്നവർക്കൊക്കെ അപ്പോൾ തന്നെ നന്നാക്കി വിടുന്നുണ്ടായിരുന്നു. അങ്ങനെ നന്നാക്കുന്നത് ഏതോ 2,000-3,000 എന്ന റേഞ്ചിലായിരുന്നു. എൻ്റെ കഷ്ടകാലമെന്ന് പറയട്ടെ, എൻ്റെ ടിവിക്ക് ഏതാണ്ട് 12,000 രൂപയാകും. എന്തായാലും നന്നാക്കാം. അങ്ങനെ 2 ആഴ്ചയ്ക്ക് ശേഷം TV നന്നാക്കി കിട്ടി. പാർട്സ് ഉൾപ്പെടെ റിപ്പയറിംഗ് ചാർജ് 12,000 രൂപയാണായത്. 3 മാസം വാറണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത്തവണ എത്ര നാൾ നിൽക്കുമെന്ന് നോക്കാം. ബില്ല് നിങ്ങൾക്ക് കാണാവുന്നതാണ്. കൂട്ടത്തിൽ ഒന്നുകൂടി പറയട്ടെ, എൻ്റെ ബ്രദറും ഇതേ മോഡൽ TV എടുത്തിരുന്നു. കൃത്യം 2 വർഷത്തിനുള്ളിൽ തന്നെ പാനൽ പോയി കിട്ടി. വാറണ്ടിയിലായിരുന്നതിനാൽ പാനൽ മാറി കിട്ടി. കണക്ഷൻ പോയിന്റിൽ കിട്ടിയില്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യത്തെ കാലേ പോകേണ്ടത് രണ്ടാമത്തെ കാലേ കയറും. അങ്ങനെ വരുമ്പോൾ ആർക്ക് ചെയ്യും. അങ്ങനെ ആർക്ക് ചെയ്തിട്ടാണെങ്കിൽ കോക്ക് സാധാരണ കത്തി വരില്ല. സാധാരണ ശരിക്കും ഇതുപോലത്തെ കേബിളാണ് ഇതിന് വേണ്ട, സ്ക്വയർ കേബിളാണ് വേണ്ടത്. ഇവരിവിടെ വെട്ട് കേബിളാണ് ഇട്ടേക്കുന്നത്. അതാണ് അത് മാറ്റി ക്ലിയർ ചെയ്ത് തരാം.